പാലക്കാട് ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ കല്ലുകൊണ്ട് തലക്കടിച്ച അജ്ഞാതനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. അരുവിക്കര സ്വദേശി മധുസൂദനൻ നായരാണ് പിടിയിലായിരിക്കുന്നത്. പണം വാങ്ങിയത് തിരിച്ചു നൽകാത്തതിനെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഷാരിഖ് നവാസ് ഉണ്ട് പാലക്കാട് നിന്ന്. ഷാരിഖ്, ഈ കൊല ചെയ്യപ്പെട്ടത് ആരാണെന്ന് എന്തെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എവിടെ നിന്നാണ് ഈ പ്രതിയെ പിടികൂടിയത്? അമൽ, ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിനകത്താണ്, അതായത് തിങ്കളാഴ്ച ഏകദേശം രാത്രിയിലാണ് ഈ ഒരു സംഭവം നടന്നത് എന്നാണ് പോലീസ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതായത് ചൊവ്വാഴ്ച രാവിലെയോടെയാണ് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ അജ്ഞാതനായ വയോധികനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം പരിശോധിച്ചപ്പോൾ അത് കൊലപാതകമാണെന്നുള്ള നിഗമനത്തിൽ അപ്പോൾ തന്നെ എത്തിയിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ തലയിൽ, നെറ്റിയിൽ ഗുരുതര പരിക്കുകൾ ഉണ്ടായിരുന്നു, കല്ലുകൊണ്ട് ഇടിച്ചത് പോലുള്ള പരിക്കുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ പോലീസ് ഇതൊരു അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും സംഭവം അന്വേഷിക്കുകയും ചെയ്തു. തുടർന്ന് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഇന്ന് പിടിയിലായ ആൾ ഈ കൊലപാതക കൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായത്. ഇദ്ദേഹത്തെ പോലീസ് വലവിരിച്ച് തിരയുകയായിരുന്നു. അത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഇന്നലെ തന്നെ പോലീസ് സമൂഹ മാധ്യമങ്ങളിലും മറ്റും വാർത്താ മാധ്യമങ്ങളിലും ഉൾപ്പെടെ പുറത്തുവിട്ടു. ഇന്നാണ് അദ്ദേഹത്തെ പിടികൂടിയത്. തിരുവനന്തപുരം അരുവിക്കര സ്വദേശി മധുസൂദനൻ നായരാണ് ഇപ്പോൾ ഒറ്റപ്പാലം പോലീസിന്റെ പിടിയിലായത്. ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരികയാണ്. പണം വാങ്ങിയത് തിരിച്ചു നൽകാത്തതിനുള്ള തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നാണ് പോലീസ് നമ്മളോട് പറയുന്നത്. എന്തായാലും 60 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാളെയാണ് ബസ് സ്റ്റാൻഡിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. പോലീസ് നടത്തിയ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു അന്വേഷണത്തിലാണ് പ്രതിയിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞത്. മരിച്ച അജ്ഞാതനെ ഇതുവരെ പോലീസിന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോഴും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ആരും, അതായത് ഇദ്ദേഹത്തിനെ ആരും വന്നില്ലെങ്കിൽ അത് പോലീസ് സംസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലേക്ക് നടത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമൽ, ശരി. ഷാരിഖ് നവാസ് ആണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.